Good morning, Nikhil. Good morning, Jasmine. നിഖിൽ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും ഒരു എക്സ്പയറി ഡേയിൽ നമുക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണുന്നത്. 25,100 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. സെയിം ടൈം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നിഫ്റ്റി അപേക്ഷിച്ച് കൂടുതൽ ഇടിവായിരുന്നുവെങ്കിൽ ഇന്ന് കൂടുതൽ നേട്ടത്തിലേക്ക് മാറുകയാണ്. 200-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് എക്സാക്ട് ആക്ട് പറയുകയാണെങ്കിൽ 25,132 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ 25 ഓഹരികൾ നേട്ടം രേഖപ്പെടുന്നു. 25 ഓഹരികളിൽ തന്നെ ഇടിവും ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5%-ഉള്ളൊരു നേട്ടത്തിലേക്ക് ഇന്നത്തെ ട്രേഡിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിക്കുന്നു. 55,948 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ 7 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 5 ഓഹരികളിലാണ് ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. തിരിച്ച് നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിലിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഹരികളാണ്. ഏകദേശം 1.5%-ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് SBI ലൈഫിന് സാധിക്കുന്നു. കൂടാതെ ബജാജ് ഫിൻസർവ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5%-ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസും ഭാരത് ഇലക്ട്രോണിക്സിൻ്റെയും ഓഹരികളും ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടത്തിലെത്തുന്നു. ONGCയിലേക്ക് കടക്കുകയാണെങ്കിലും 1% മുകളിലുള്ളൊരു നേട്ടം കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ബജാജ് ഫിൻസർവിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല ബ്രോക്കറേജ് റിപ്പോർട്ടും മറ്റുമൊക്കെ നിലവിൽ ഇപ്പോൾ കമ്പനിയിൽ ലഭ്യമായിട്ടുമുണ്ട്. പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ബജാജ് ഫിൻസർവിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 2,420 രൂപ എന്നൊരു ടാർഗറ്റ് പ്രൈസാണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ബജാജ് ഫിനാൻസിൽ നൽകിയിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1,986 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ നിലവിലിപ്പോൾ ജെഫ്രീസ് ബജാജ് ഫിനാൻസിന് നൽകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഫിനാൻഷ്യൽ വെഞ്ചേഴ്സും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ മികച്ച ഒരു പ്രകടനം ഉണ്ടാകുന്നു. കൂടാതെ പല രീതിയിലുള്ള ടെയിൽ വിൻസുകളും കമ്പനി ഹെൽപ്പ് ചെയ്യുന്നു. അതായത് റേറ്റ് കട്ട്സും മറ്റുമൊക്കെ കുറയുന്നു. കൂടാതെ കമ്പനിയുടെ ലൈഫ് ഇൻഷുറൻസിലും ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങളും മറ്റുമൊക്കെ കമ്പനിക്ക് ഒരു പിന്തുണ നൽകും എന്നൊരു കാര്യം അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പുതിയ വെഞ്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പരിശോധിക്കുകയാണെങ്കിലും ഹെൽത്ത് കെയർ പരിശോധിക്കുകയാണെങ്കിലും ടെക്നോളജിക്കൽ വെഞ്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഒരു ഓപ്ഷണൽ വാല്യൂ അഡീഷനും മറ്റൊക്കെ ഇതിപ്പോൾ നിലവിലിപ്പോൾ ബജാജ് ഫിൻസർവിന് നൽകുന്നു എന്നൊരു കാര്യം കൂടിയാണ് ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലയൻസ് ബജാജ് ഫിൻസർവിൽ നിന്നും മറ്റൊക്കെ വിട്ടുപോയിരുന്നു. അവരെ എക്സിറ്റ് കമ്പനിയെ ബാധിക്കില്ല. കൂടാതെ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഈ ഒരു മേഖലയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കമ്പനിയെ ബാധിക്കില്ല എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് നിലവിലിപ്പോൾ ജെഫ്രീസ് നിലവിലിപ്പോൾ ബജാജ് ഫിൻസർവിനെ സംബന്ധിച്ചിടത്തോളം പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് ഇടിവിൽ തുടർന്ന നിഫ്റ്റി 50 കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% ഒരു ഇടിവുണ്ടാകുന്നു. ഇറ്റേണൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5% ഒരു ഇടിവുണ്ടാകുമ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് 1% മുകളിലും കോൾ ഇന്ത്യ ഓഹരികൾ 1.25%, നെസ്ലയെ സംബന്ധിച്ചിടത്തോളം നെസ്ലെ ഇന്ത്യയുടെ ഓഹരികൾ ഏകദേശം 1.5% മുകളിലേക്കുള്ള ഒരു ഇടിവും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് വിപണിയിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 55,912 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നിന്നും മികച്ച ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ICICI ബാങ്കിൻ്റെ ഓഹരികളാണ്. ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് മുതൽ തന്നെ വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്ന ICICI ബാങ്ക് ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്തുന്നു. ആക്സിസ് ബാങ്ക് പരിശോധിക്കുമ്പോൾ 0.25%-ഓളം, ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു നേട്ടം കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും IDFC ഫസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഓഹരികൾ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏകദേശം ഒരു 1%-ഓളമുള്ളൊരു ഇടിവും നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. അടുത്തായിട്ട് സെക്ടേഴ്സിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സെക്ടറുകൾക്കും ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇതിൽ തന്നെ നിഫ്റ്റി റിയൽറ്റി സൂചികയും മറ്റൊക്കെ ഒരു മികച്ച രീതിയിലുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെ കാഴ്ചവെക്കുന്നു. ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 921 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി റിയൽറ്റിയിൽ ട്രേഡിംഗ് നടക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മൊമെൻറ്റം ഉണ്ടാകുന്നു. ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം. എങ്കിൽ കൂടിയും നിഫ്റ്റി FMCG മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 0.5% ഒരു ഇടിവും കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റിയിലെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ
മികച്ച ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നത് പ്രസ്റ്റീജ് എസ്റ്റേറ്റിൻ്റെ ഓഹരികളാണ്. ഏകദേശം ഒരു 1.25% ഉള്ളൊരു നേട്ടം പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് കാഴ്ചവെക്കുമ്പോൾ ഗോദ്രേജ് 1.25%, മഹീന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ഓഹരികളും മറ്റും നോക്കുമ്പോൾ ഏകദേശം 1.25% മുകളിലുമുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. ശോഭയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശോഭയുടെ ഓഹരികൾക്കും സാധിക്കുന്നുണ്ട്. ഒബ്രോയ് റിയൽറ്റി നോക്കുമ്പോഴും 0.5% മുകളിലുള്ള നേട്ടം ഒബ്രോയ് റിയൽറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ റെയ്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഏകദേശം 1.5% ഒരു ഇടിവ് നിലയിൽ ഇപ്പോൾ റെയ്മണ്ട്സിൻ്റെ ഓഹരികൾ ഇപ്പോൾ കാഴ്ചവെക്കുന്നതായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 9208 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഇൻഫ്രയിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ പെർഫോമൻസിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു മികച്ച നേട്ടം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും DLFിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പരിശോധിക്കുമ്പോൾ 0.25% ഒരു നേട്ടവും ഇൻഡിഗോ അഥവാ ഇൻഡഗ്രോ ഏവിയേഷനും മറ്റൊക്കെ കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% മുകളിൽ 1% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവുണ്ടാകുന്നു. അംബുജ സിമെൻസിനും ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ വിപണിയിൽ ഉണ്ടാകുന്നത്. ശ്രീ സിമെൻസും ഇതേ ഒരു പാത പിന്തുടരുന്നു. ഇരു ഓഹരികളും പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 0.25% അതിന് മുകളിലുള്ള ഒരു ഇടിവും തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് നിലവിലിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഹെക്സാവെയർ ടെക്നോളജീസിൻ്റെ നിലവിലിപ്പോൾ നുവാമ ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വിവരമാണ്. ഒരു 950 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം 795 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിലിപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെക്സാവെയറിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വീറ്റ് സ്പോട്ടിലാണ് നിലവിലിപ്പോൾ ഹെക്സാവെയർ ടെക്നോളജീസ് നിലനിൽക്കുന്നത് എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നുവാമയുടെ ഭാഗത്തു നിന്നുള്ളത്. കമ്പനിയുടെ വരുമാനം പരിശോധിക്കുകയാണെങ്കിലും ഇൻഡസ്ട്രി ഗ്രോത്തിനെ തന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും എന്നൊരു വ്യൂവും അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ കമ്പനിയുടെ മാർജിൻസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ മാർജിൻസും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് എബിഡ മാർജിനും നെറ്റ് പ്രോഫിറ്റ് മാർജിനും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ കമ്പനിക്ക് റീസെൻ്റ്ലി നടത്തിയിരിക്കുന്ന കറക്ഷനും കമ്പനിയെ ഒരു ഫെയർലി വാല്യൂഡ് ആക്കി തീർക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലയിൽ ഇപ്പോൾ ഹെക്സാവെയറിനെ സംബന്ധിച്ചിടത്തോളം നുവാമ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ ജാസ്മിൻ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിലുള്ള നേട്ടം, നിഫ്റ്റി ബാങ്ക് ഏകദേശം 0.5% ഒരു നേട്ടവും രേഖപ്പെടുത്തുന്നു. ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള വാർത്തകൾ.